ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ വൈദ്യവേളയിലും ഉത്രാട ദിനത്തിലുള്ള ഒരു ലോക സിനിമയുടെ ഒരു ബുക്കിംഗ് നിലവാരവും, അതുകൂടാതെ ലോക സിനിമ 7ാമത്തെ ദിവസം ഇന്നലെ, അതായത് ബുധനാഴ്ച ദിവസം നേടിയ കളക്ഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓണം അഡ്വാൻസ് ഹാപ്പി ഓണം ഒക്കെ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തായാലും ഉത്രാട ദിനത്തിൽ സിനിമ മിന്നിച്ചോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കളക്ഷൻ ഗ്രോത്ത് എത്രത്തോളം വരും എന്നുള്ളത് ഇതിന്റെ ഒരു ബുക്കിംഗ് നിലവാരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മണിക്കൂറിൽ അവസാനത്തെ ഒരു മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് 20,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. സിനിമ ഇറങ്ങി ഈ 7 ദിവസം കഴിഞ്ഞു, 8ാമത്തെ ദിവസമായ ഇന്നത്തെ ദിവസം 20,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോകുന്നെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ 7 ദിവസവും കാണാത്ത രീതിയിലുള്ള വലിയൊരു കുതിച്ചുചാട്ടം ടിക്കറ്റിന്റെ വിൽപ്പനയുടെ കാര്യത്തിൽ ബുക്ക് മൈ ഷോയിലൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 20,000 ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റുപോകുന്നത് ആദ്യമായിട്ടാണ് ഈ സിനിമ ഇറങ്ങിയതിൽ പിന്നെ. അപ്പം അത് സൂചിപ്പിക്കുന്നത് ഇത് ഒരു ചരിത്ര നേട്ടത്തിലേക്ക് ഇന്ന് ഉത്രാട ദിനത്തിലായാലും നാളെ മറ്റന്നാൾ ഓണ ദിവസങ്ങളിലെ കളക്ഷൻ വലിയൊരു ഞെട്ടിക്കുന്ന ഹ്യൂജ് കളക്ഷൻ നേടും എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് 225 ഷോയോളം ഫാസ്റ്റ് ടിക്കറ്റിംഗ് കൊച്ചി സിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്താവട്ടെ സാധാരണ 100-120 ഒക്കെ ആയിരുന്നത് ഇന്ന് 145 ഷോയോളം ഫാസ്റ്റ് ടിക്കറ്റിംഗ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. കോഴിക്കോട് 90 ഷോയോളം ഫാസ്റ്റ് ടിക്കറ്റിംഗും, തൃശ്ശൂർ 85 ഷോയോളം ഫാസ്റ്റ് ടിക്കറ്റിംഗും, കൊല്ലത്ത് 50 ഷോ ഫാസ്റ്റ് ടിക്കറ്റിംഗും, കോട്ടയത്ത് 28 ഷോ ഫാസ്റ്റ് ടിക്കറ്റിംഗും, പാലക്കാട് 36 ഷോ ഫാസ്റ്റ് ടിക്കറ്റിംഗും, പത്തനംതിട്ടയിൽ 14 ഷോ ഫാസ്റ്റ് ടിക്കറ്റിംഗും, ആലപ്പുഴയിലാവട്ടെ 52 ഷോയോളം ഫാസ്റ്റ് ടിക്കറ്റിംഗുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം കൂടെ ഉള്ള ഒരു ഫാസ്റ്റ് ടിക്കറ്റിംഗ് കൗണ്ടാണ്. ഇപ്പൊ അവസാന നിമിഷത്തെ ഒരു ഫാസ്റ്റ് ടിക്കറ്റിംഗ് കൗണ്ട് നോക്കുമ്പോൾ ഉള്ള കൗണ്ടാണ് നമുക്ക് ഇത്രയധികം ഒരു ഫാസ്റ്റ് ടിക്കറ്റിംഗ് അല്ലെങ്കിൽ ഓറഞ്ച് മയം കത്തി നിന്ന് ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളം ഒട്ടാകെ ബാക്കിയുള്ള ചെറുതും വലുതുമായിട്ടുള്ള കണ്ണൂര്, കാസർഗോഡ്, മലപ്പുറം, ഇടുക്കി, അങ്ങനെ ചെറുതും വലുതായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സെന്ററുകളും ചെറിയ സെന്ററുകളും എല്ലാം തന്നെ ഫാസ്റ്റ് ഫില്ലിങ്ങിന്റെ അയ്യൊരു കളിയാണ്, അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച. ശരവേഗം ബുക്കിങ്ങുമായിട്ട് ഇങ്ങനെ ടിക്കറ്റ് വിൽപ്പന നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. മൊത്തം 1000 ഷോയിലധികം ഫാസ്റ്റ് ഫില്ലിങ് ഇന്നത്തെ ഈ ഉത്രാട ദിനത്തിൽ നമുക്ക് ലോക സിനിമയ്ക്ക് ഫാസ്റ്റ് ഫില്ലിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താ അല്ലേ, ചരിത്ര നേട്ടത്തിലേക്കാണ് ഇന്നത്തെ ഒരു കളക്ഷൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു സംശയമില്ല. ഇനി കേരളത്തിന് പുറത്തും മോശമല്ല, ബാംഗ്ലൂർ സിറ്റി 55 ഷോയോളം ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. വൈകുന്നേരമൊക്കെ അതായത് രാവിലെ ഒരു 30-35 ഷോ ആയിരുന്നെങ്കിൽ വൈകുന്നേരം പച്ച കത്തി ഇന്നിടത്തെല്ലാം തന്നെ ഓറഞ്ച് കത്തുന്നു. ചെന്നൈയിലാവട്ടെ 40 ഷോയോളം ഫാസ്റ്റ് ഫില്ലിങ്ങും, ഹൈദരാബാദിൽ 40 ഷോയോളം ഫാസ്റ്റ് ഫില്ലിങ്, അങ്ങനെയൊക്കെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ ഒരു 1200-1300 ഷോയോളം ഫാസ്റ്റ് ഫില്ലിങ് അല്ലെങ്കിൽ ഒരു ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ 8ാമത്തെ ദിവസം ലോക സിനിമയിൽ കാണുന്നത്. ഇനി ഇതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 7ാമത്തെ ദിവസമായ ഇന്നലെ ബുധനാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നു. എന്നിട്ട് പോലും അതിന് നല്ലൊരു കളക്ഷൻ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കർണാടക സംസ്ഥാനത്ത് നിന്ന് ഇന്നലെ 55 ലക്ഷം രൂപ സ്വന്തമാക്കി 5,55 ലക്ഷം രൂപയാണ് 7 ദിവസത്തെ ലോക സിനിമയുടെ കർണാടക ബോക്സ് ഓഫീസിലെ കളക്ഷൻ എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശ്, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 90 ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം 6,45 ലക്ഷം രൂപ എത്തിയിരിക്കുകയാണ് 7 ദിവസത്തെ കളക്ഷൻ. തമിഴ്നാട്ടിൽ 1 കോടിയുടെ താഴേക്ക് പോയിട്ടില്ല, 1,15 ലക്ഷം രൂപ ഇന്നലെയും വന്നു. മൊത്തം 7,20 ലക്ഷം രൂപ എത്തിയിരിക്കുകയാണ്. അവിടെ ചിലപ്പം നാളെ മദ്രാസ് സിനിമ വരുന്നുണ്ട്. മദ്രാസ് സിനിമ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഡൗൺ ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ആ സിനിമ വന്നിട്ടും ഇത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 25-30 കോടി റേഞ്ചിലുള്ള കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ തൂക്കാൻ സാധ്യതയുണ്ട്. മദ്രാസ് വന്നിട്ടും നല്ല രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് അവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. കേരളത്തിലാവട്ടെ 5.5 കോടി രൂപയോളം ഇന്നലെ സ്വന്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് 10 ലക്ഷം രൂപയോളം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. മൊത്തം 5.5 കോടി രൂപ സ്വന്തമാക്കി. മൊത്തം 7 ദിവസം കൊണ്ട് 32.5 കോടി രൂപയാണ് 7 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം ലോക സിനിമ തൂക്കിയിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ 15 ലക്ഷം രൂപയോളം സ്വന്തമാക്കി 2,27 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 8,25 ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ വിദേശ രാജ്യത്തു നിന്നും 4,25 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 7 ദിവസം കൊണ്ട് 54 കോടി രൂപയും വിദേശ രാജ്യത്ത് നിന്ന് 52.25 കോടി രൂപയാണ് 7 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡായിട്ട് 100 കോടിയൊക്കെ ക്രോസ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. ഇന്നലെ വേൾഡ് വൈഡായിട്ട് സ്വന്തമാക്കിയത് 12.5 കോടി രൂപയാണ്. മൊത്തം വേൾഡ് വൈഡായിട്ട്
7 ദിവസം കൊണ്ട് ലോക സിനിമ തൂക്കിയിരിക്കുന്നത് 106,25,00,000 രൂപയാണ്. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരമൊക്കെ വെച്ചിട്ട് ഇന്ന് കേരളത്തിൽ ഒരു 6 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഉറപ്പായിട്ടും വരും. മൊത്തം ഒരു വേൾഡ് വൈഡ് ഇന്നൊരു 13-14 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് ഇന്നത്തെ കളക്ഷൻ നാളെ അപ്ഡേറ്റ് ആകുമ്പോൾ ഒരു 120-122 കോടി റേഞ്ചിലുള്ള കളക്ഷനിലേക്ക് വെറും 8 ദിവസം കൊണ്ട് തന്നെ ലോക സിനിമ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഞാൻ ഇതിനു മുൻപ് നേരത്തെ ഒക്കെ പറയുമായിരുന്നു, ഈ വരുന്ന ഞായറോടുകൂടി തന്നെ 150-200 കോടി രൂപയ്ക്ക് ഇടയ്ക്കുള്ള കളക്ഷൻ ലോക സിനിമ തൂക്കുന്നുള്ളത്. ഈ ഒരു പോക്ക് കണ്ടിട്ട് അതിലേക്കുള്ള പ്രയാണം തന്നെ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. അപ്പം ഇതിന്റെ ഒരു ശരവേഗം കുതിക്കുന്ന ഈ റെക്കോർഡ് ബുക്കിങ്ങും 20,000-ലധികം മണിക്കൂറിൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നു, 106 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് കളക്ഷൻ റിപ്പോർട്ട് പോകുന്നു. ഇതിന്റെ ഒക്കെ അഭിപ്രായം നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പരെ